ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡേ 2 ഓഫ് ക്ലാൻ വാർ ലീഗിലേക്ക് സ്വാഗതം. വെറുപ്പിക്കുന്നില്ല, നേരെ തന്നെ നമുക്ക് അറ്റാക്ക് ചെയ്യാം. എൻ്റെ 6 അക്കൗണ്ട് ഇട്ട് ഫസ്റ്റ് കിട്ടുന്ന 6 ബേസിന് കയറി, വിച്ച് മീൻസ് നമ്മുടെ ടോപ്പിലെ 4 ബേസും പിന്നെ താഴത്തെ 2 ബേസും കയറി അറ്റാക്ക് ചെയ്ത് പൊട്ടിക്കാൻ പോവുകയാണ്. 3 സ്റ്റാർ ആണോ 1 സ്റ്റാർ ആണോ 2 സ്റ്റാർ ആണോ നമുക്ക് നേരെ കണ്ടറിയാം. ബേസ് ഒന്നും കണ്ടിട്ടില്ല, നേരെ തന്നെ ഞാൻ അറ്റാക്ക് ഗൈസ്. ഓക്കെ, നേരെ തന്നെ ട്രൂപ്സ് ഒക്കെ സെറ്റാണ്. നേരെ തന്നെ അറ്റാക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ബേസ് എങ്ങനെയാണെന്ന്. ഓക്കെ, ഒരു ടൗൺ ഹാൾ 16 ആണ്. വെറുപ്പിക്കാതെ തന്നെ ഞാൻ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഒരു ഇൻവിസിബിൾ സ്പെല്ല് ഇട്ടിട്ടുണ്ട്. ടൗൺ ഹാൾ പൊട്ടിക്കണം. റോയൽ ചാമ്പ്യൻ സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ ടൗൺ ഹാൾ പൊട്ടിക്കുന്നുണ്ട്. നിലവിൽ സീനില്ല. ഓക്കെ 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 നല്ലൊരു ഡാമേജ് റോയൽ ചാമ്പ്യൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഒരു ഇൻഫർണോയിലോട്ടാണ് റോയൽ ചാമ്പ്യൻ്റെ ഒരു കുതിച്ച് കയറ്റം. ഓക്കെ ഓക്കെ ആ ഏരിയ റോയൽ ചാമ്പ്യൻ കുറച്ച് സ്ലോ ആയിരുന്നു. റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇല്ല, വീണ്ടും റോയൽ ചാമ്പ്യൻ മോണോലിത്തിനെയാണ് പൊട്ടിക്കുന്നത്. ഓക്കെ സീനില്ല. ചത്തു. ഓക്കെ ഗൈസ്, അങ്ങനെ തന്നെ നമ്മുടെ റോയൽ ചാമ്പ്യൻ ചത്തു. അയ്യോ, വീണ്ടും ഗൈസ് സെയിം സാധനം. ഞാൻ ഇതുവരെ ട്രൂപ്പ് മാറ്റിയിട്ടില്ല. ഷിറ്റ്, കുഴപ്പമില്ല. നമുക്ക് നേരെ തന്നെ അറ്റാക്ക് ചെയ്യാം. ഒരു വോൾ കയറി ക്യാമറ ചെറുതായിട്ട് മാറ്റി വോൾ കയറി വീണ്ടും അവിടെ ഒരു ക്ലിയറിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഫുൾ റൈഡേഴ്സ് നിർത്തി പിടിച്ചിറക്കിയിട്ടുണ്ട്. ക്വീന്, വാർഡൻ, കിങ്, ഹീലേഴ്സ്, ടൈറ്റൻ, ബാക്കി റെസ്റ്റ് ഓഫ് ദ വോൾ കയറി, ബാക്കി ഡ്രൂ നടുക്കൊള്ളാൻ മറ്റേ പയ്യൻ. വീണ്ടും ഒരു വോൾ കയറി ഞാൻ. ഓക്കെ ഗൈസ്, നിലവിൽ ഒരു സീനും ഇല്ലാതെയാണ് പോകുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ട്രൂപ്പ് എടുത്തത് കുറച്ച് മാറിപ്പോയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. വാർഡിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. സീനില്ലാതെയാണ് പോകുന്നത്. നടുക്കിട്ടൊരു റേജ് കൊടുത്തു. വീണ്ടും ഒരു ഫ്രീസ് ഇടണോ വേണ്ടയോ ഞാൻ നോക്കുകയാണ്. ഓക്കെ, അവിടെ ഒരു ഫ്രീസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ടൈറ്റിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തു. സ്മൂത്തായിട്ട് തന്നെയാണ് നിലവിൽ പോകുന്നത്. ആർച്ചർ അവിടെ അപ്പുറത്തിപ്പുറത്ത് ഇറക്കി 2 മിനിയനും കൂടെ ഇറക്കിയിട്ടുണ്ട് ഫുൾ ക്ലീനപ്പിന് വേണ്ടി. ഓക്കെ ഗൈസ്, നല്ല സിമ്പിൾ ഒരു ബേസാണ്. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തു. സംഭവം പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്പെല്ലെടുത്തത് കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. ഞാൻ വീണ്ടും ആ പഴയ മിസ്റ്റേക്കാണ് ആവർത്തിക്കുന്നത്. നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നേരത്തെ ഞാൻ സ്പെല്ലെടുത്ത് മാറിപ്പോയിട്ടുണ്ട്. ഞാൻ ഇതുവരെയും സ്പെല്ല് മാറ്റിയില്ല. നമുക്ക് എന്തായാലും ഈ അറ്റാക്ക് തീർന്നു. ഓക്കെ ഗൈസ്, അറ്റാക്ക് തീർന്നിട്ടുണ്ട്. നല്ലൊരു പെർഫെക്റ്റ് 3 സ്റ്റാറാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്ക് എന്ത് വന്നാലും നമ്മുടെ ട്രൂപ്പ് ചെറുതായിട്ട് ഇപ്പോഴെ തന്നെ മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ വീണ്ടും നാളെ ആ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ട്രൂപ്പ് എല്ലാം സെറ്റാണ്. ഒരു റിക്വസ്റ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് അക്കൗണ്ടിൽ അറ്റാക്ക് തീർന്നിട്ടുണ്ട്. നേരെ തന്നെ നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിൽ പോവുകയാണ്. ഓക്കെ ഗൈസ്, സെക്കൻഡ് അക്കൗണ്ടിൽ ട്രൂപ്സൊക്കെ ഓക്കെയാണ്. വാർ എടുത്തിട്ടു. കുറച്ച് ടാസ്ക്കാണ്. എന്തായാലും നമ്മൾ നേരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം എൻ്റെ അക്കൗണ്ട് താഴോട്ട് പോകും അത്രത്തോളം ബേസ് അറ്റാക്ക് ചെയ്യാനുള്ള സ്റ്റാർ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബിക്കോസ് മൈ താഴത്തെ ബേസസ് ആർ വെരി വെരി റഷ്. ഓക്കെ ഗൈസ്, ഓക്കെ ഞാൻ ഒരു ഡയറക്ഷൻ കണ്ടു. നേരെ ഇലക്ട്രോ ഡ്രാഗൺ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ലൂൺസ് അവിടെ ഇറക്കിയിട്ട് ഒരു ഇലക്ട്രോ ലൂൺസ് സ്പ്രെഡ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. വാർഡൻ, മിനിയം പ്രിൻസ്, ഒരു ബാറ്റിൽ ബ്ലിമ്മ്, നടുക്കൊരു റേജ് ഇട്ടു. വീണ്ടും ഇവിടെ ഒരു ഫ്രീസ് ഇട്ടു. വീണ്ടും അവിടെ ഒരു റേജ്, അവിടെ ഒരു റേജ്, ഫ്രീസ്. കിങ്ങിൻ്റെ ക്വീനെ ഇപ്പുറത്ത് ഇറക്കിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ കണ്ടു ഇല്ലയോ എന്ന് പറഞ്ഞൂടെ. ക്വീനെ മര്യാദയ്ക്കാണ് ഇറക്കിയത്. അവിടെ ഒരു റേജ് ഇട്ടു. സെറ്റ്. വാർഡൻ എബിലിറ്റി, നമ്മുടെ റോയൽ ചാമ്പ്യനെ ക്വീൻ്റെ സെയിം സൈഡിൽ കൂടെയാണ് റോയൽ ചാമ്പ്യൻ ഇറക്കിയത്. വാർഡൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. നിലവിൽ ഒരു സീനും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ ഒരു ഫ്രീസ് എന്തായാലും അവിടെ ഇട്ടിട്ടുണ്ട്. ക്യൂൻ്റെ എബിലിറ്റി, ക്യൂൻ്റെ എബിലിറ്റി കൊടുത്തത് ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട്, ഫ്ലോപ്പായി. പക്ഷേ കുഴപ്പമില്ല. നമ്മുടെ മിനിയം പ്രിൻസിൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്, റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. ഈ ബേസ് അത്ര സീനൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് അറ്റാക്ക് കിട്ടി. ഓക്കെ ഗൈസ്, നിലവിൽ നമുക്ക് നല്ലൊരു ലക്കുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ രണ്ടാമത്തെ അക്കൗണ്ട് ഇട്ട് നല്ലൊരു 3 സ്റ്റാറാണ് കിട്ടിയിരിക്കുന്നത്. നേരെ തന്നെ ഇനി മൂന്നാമത്തെ. ഓക്കെ ഗൈസ്, നേരെ തന്നെ നമുക്ക് മൂന്നാമത്തെ അക്കൗണ്ടിലോട്ട് നേരെ പോവാം. ഇനി ആണ് കുറച്ച് ടാസ്ക്. നമുക്ക് നോക്കാം. ലക്കുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു 3 സ്റ്റാർ തന്നെ കിട്ടും. ഓക്കെ, ട്രൂപ്സൊക്കെ ശരിയാണ്. നമുക്ക് എന്തായാലും ഒന്ന് സ്കൗട്ട് ചെയ്ത് നോക്കാം. നാലാമത്തെ നാലാമത്തെ തന്നെ കിട്ടിയ പ്രശ്നം സീനില്ല ഗൈസ്. നമ്മൾ എന്തായാലും മൂന്നാമത്തെ നല്ലപോലെ തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം 3 സ്റ്റാർ ആണോ 1 സ്റ്റാർ ആണോ 2 സ്റ്റാർ ആണോ എന്ന്. ഓക്കെ, ബേസ് കിട്ടി. വാർഡൻ അല്ല, സോറി, ഇലക്ട്രോ. ഓക്കെ, പിന്നെ ലൂൺസ് നിരത്തി പിടിച്ച് പയ്യെ ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. വാർഡൻ, കിങ്, മിനിയം പ്രിൻസ്, ബാറ്റിൽ ബ്ലിമ്മ്, അവിടെ ഒരു റേജ്, ഫ്രീസ്. വാർഡൻ എബിലിറ്റി ഞാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല. അവിടെ ഇട്ടൊരു ഫ്രീസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഫ്രീസ്, വീണ്ടും ഒരു ഫ്രീസ്. ക്വീനെ ഞാൻ ഈ സൈഡിൽ നിന്നാണ് ഞാൻ ഇറക്കിയിരിക്കണം ഗൈസ്. ഒരു റേജ് അവിടെ ഇട്ട് കൊടുക്കണോ? എൻ്റെ ഇലക്ട്രോ എല്ലാം ചത്തിട്ടുണ്ട്. ഒരു ഫ്രീസ് ഇട്ടു ഗൈസ്. വാർഡൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ സ്മൂത്തായിട്ട് തന്നെയാണ് പോണത്. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യൂവിൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ക്യൂവിന് ചത്തോ? ഇല്ല, ക്യൂവിന് ചത്തിട്ടില്ല.
ഓക്കെ, 2 സ്പെല്ല് നല്ലപോലെ വേസ്റ്റ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, വേസ്റ്റ് അല്ല, ഫ്രീ. അതിന് മുമ്പേ തന്നെ ബേസ് നല്ലപോലെ പൊട്ടി തകർന്നിട്ടുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ 3ാമത്തെ അക്കൗണ്ടിൽ നല്ലൊരു പെർഫെക്റ്റ് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. നേരെ തന്നെ നമ്മുടെ 4ാമത്തെ അക്കൗണ്ടിലോട്ട് പോകാം ഗൈസ്. ഓക്കെ ഓക്കെ, അപ്പോൾ നിലവിൽ സീനൊന്നുമില്ല. നേരെ നമ്മുടെ 4ാമത്തെ അക്കൗണ്ട് എടുത്തു. 4ാമത്തെ അക്കൗണ്ട് എല്ലാം ഭയങ്കര പൊട്ട ട്രൂപ്പാണ് ഗൈസ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. മിനിയം പ്രിൻസ് വേണ്ട, മിനിയം പ്രിൻസ് വേണം വേണ്ട. നമ്മൾ മിനിയം പ്രിൻസ് ഇല്ലാതെ കളിക്കണോ വേണ്ടയോ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. മിനിയം പ്രിൻസ് എന്തായാലും എടുക്കാമല്ലേ, അല്ലെങ്കിൽ വേണ്ട ഗൈസ്. റിസ്ക് എടുത്ത് ഞാൻ കിങ്ങിനെ തന്നെയാണ് ഇറക്കാൻ പോണേ. ഇതെല്ലാം ട്രൂപ്സ് എല്ലാം മാറി കിടക്കുകയാണല്ലോ. ഓക്കെ, ട്രൂപ്സൊക്കെ കുറച്ച് അലൈൻമെൻ്റ് ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് ഗൈസ്. ഓക്കെ, എല്ലാം ലെവൽ 1 ആണ്. പക്ഷേ എന്നാലും നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യണമല്ലോ. ഓക്കെ ഗൈസ്, നേരെ തന്നെ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ട്രൂപ്പൊക്കെ കറക്റ്റാണല്ലോ എന്ന് പറഞ്ഞുകൂടാ. ഇത് കുറച്ച് ടാസ്ക് ബേസാണ്. ഇത് മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ ഇത് 3 സ്റ്റാർ കിട്ടത്തില്ല. ഇത് ടോട്ടൽ ഒരു ആൻറ്റി ഇലക്ട്രോ ബേസ് തന്നെയാണ്. ഞാൻ എങ്ങനെ കളിക്കണമെന്ന് ചോദിച്ചാൽ ഒരു വെറൈറ്റി സൈഡിൽ കൂടെ നേരെ ക്യാമറ മാറ്റി ഇലക്ട്രോ ഇറക്കി വീണ്ടും ഒരു ഇലക്ട്രോ, 2 ഇലക്ട്രോ, ലൂൺസ് അവിടെ കുറച്ച്, ഇവിടെ കുറച്ച്, ഒരു ഇലക്ട്രോ, ലൂൺസ് വീണ്ടും സ്പ്രെഡായിട്ട് ഇറക്കി. വാർഡൻ അവിടെ ഒരു ഫ്രീസ്, അല്ല ഇവിടെ ഒരു ഫ്രീസ്, ഇവിടെ ഒരു റേജ്, ബാറ്റിൽ ബ്ലിം ഇറക്കി ഗൈസ്. കിങ്ങും ഇറക്കി, ക്യൂവിനെ ഇറക്കി, നമ്മുടെ എല്ലാവർക്കും വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു ഫ്രീസ് ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു റേജ് കൊടുത്തു. അപ്പോൾ എവിടേക്കാണ് ഇടേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അവിടെ ഒരു റേജ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് സംഭവം ഒരു ഐഡിയ കിട്ടില്ല ഗൈസ്. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. വളരെ ഒരു ടാസ്ക് ഏറിയ ഒരു പോരാട്ടത്തിൽ കൂടെ പോകുന്നു. നമ്മുടെ ക്യൂവിനാണ് ഞാനിപ്പോൾ റേജ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ അത് കംപ്ലീറ്റ് ഡൗൺ ആക്കിയാൽ നമ്മുടെ ലക്കാണ്. ക്യൂവിൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇത് ഒരു ബോർഡർ ലൈൻ. ഓക്കെ, സെറ്റ് ബേബി ഡ്രാഗൺ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ച് കോൺസെൻട്രേഷൻ കൂടി പോയി, അതാണ് ഞാൻ സംസാരിക്കാത്തത്. ഓക്കെ, സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ്. വീണ്ടും നല്ലൊരു 3 സ്റ്റാർ തന്നെയാണോ എന്ന് ചോദിച്ചാൽ തന്നെയാണ് ഗൈസ്. വീണ്ടും നമ്മുടെ 4ാമത്തെ അക്കൗണ്ട് ഇട്ട് നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. നേരെ തന്നെ വെറുപ്പിക്കുന്നില്ല. നേരെ തന്നെ നമ്മുടെ 5ാമത്തെ അക്കൗണ്ട് ഇട്ട് നോക്കാം. ഓക്കെ, 5ാമത്തെ അക്കൗണ്ട് ഇവിടെ, 5ാമത്തെ അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അയ്യോ, 5ാമത്തെ അക്കൗണ്ടൊക്കെ ഓർക്കുമ്പോൾ പേടിയൊന്നുമുണ്ട്. വളരെ നല്ല ട്രൂപ്സ് ലെവലാണ് 5ാമത്തെ അക്കൗണ്ടൊക്കെ. 11. ഓക്കെ ഗൈസ്, നല്ലൊരു പൊട്ട ബേസാണ്. എൻ്റെ അക്കൗണ്ടിന് പറ്റിയൊരു ബേസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സിമ്പിൾ. നമ്മുടെ ഇലക്ട്രോ ലൂൺസ് നിരത്തി പിടിച്ചിറക്കി. വാർഡൻ, നമ്മുടെ ക്വീന്, മിനിയം പ്രിൻസ് എല്ലാവരും ഇറക്കിയിട്ടുണ്ട്. അവിടെ ഒരു റേജ്, ഒരു ഫ്രീസ്, ബാറ്റിൽ ബ്ലിം, വാർഡൻ എബിലിറ്റി, വീണ്ടും നടുക്കൊരു ഫ്രീസ്, വീണ്ടും സൈഡിലൊരു റേജ് ഇട്ടിട്ടുണ്ട്. വീണ്ടും ഒരു ഫ്രീസ്, വീണ്ടും ഒരു റേജ്. എവിടെ വേണമെങ്കിലും തോന്നിയ സ്ഥലത്തൊക്കെ റേജ് ഫ്രീസൊക്കെ എടുത്തിടാം ഗൈസ്. ഇത് വളരെ പൊട്ട ബേസാണ്. പൊട്ട ബേസിനൊക്കെ നമ്മൾ കയറി ഇങ്ങനെ തോന്നിയ സ്ഥലത്ത് കയറി അറ്റാക്ക് ചെയ്യാം. നമ്മൾ ഇനി വെറുതെ നോക്കിക്കൊണ്ടിരുന്നത് മതി. ഞാൻ എല്ലാത്തിൻ്റെ എബിലിറ്റി നേരത്തെ പിടിച്ചാൽ കൊടുത്തിട്ടുണ്ട്. കണ്ണടച്ചുകൊണ്ടിരുന്നാൽ മതി ഗൈസ്, അതങ്ങ് അറ്റാക്ക് ചെയ്ത് പോകും. ഓക്കെ, പെട്ടെന്നോട്ടെ. യെസ്. ഇതേപോലെ കുറച്ച് ബേസ് ഉണ്ട് ഗൈസ്. വളരെ ലക്കാണ്. ഇന്നും ഈ പ്രാവശ്യം നമ്മുടെ 2ാമത്തെ ബാർ നല്ലൊരു ലക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ അല്ല കിട്ടേണ്ടത്. നല്ലൊരു ലക്ക് തന്നെ. നമുക്ക് വീണ്ടും ഒരു നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. നേരെ തന്നെ നമ്മുടെ 6th അക്കൗണ്ടിലോട്ട് പോകുന്നു. ഓക്കെ, 6th അക്കൗണ്ട് വരെ. യെസ്, നേരെ 6th അക്കൗണ്ട് എടുത്തു. നമുക്ക് നോക്കാം. ലാസ്റ്റ് അറ്റാക്ക്. നിലവിലുള്ള 5 ബേസ് ഇട്ടും 5 അക്കൗണ്ട് ഇട്ട് നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അറ്റാക്ക്. ബേസ് കണ്ടിട്ടില്ല, ബേസ് എങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ, ഈ ബേസ് കുഴപ്പമില്ല ഗൈസ്, സ്മൂത്തായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. ഇലക്ട്രോ 2 സൈഡ് ഫണലിന് വേണ്ടി ബാക്കി ഇലക്ട്രോ ഇങ്ങനെ നിരത്തി ഇറക്കി, വീണ്ടും ഇറക്കി. ലൂൺസ് ചെറുതായിട്ട് അവിടെ നിന്ന് ഇറക്കി. വാർഡൻ, മിനിയം പ്രിൻസ്, റോയൽ ചാമ്പ്യൻ ക്വീന്, ഇത് അവിടെ ഒരു ഫ്രീസ്, ഇവിടെ ഒരു ഫ്രീസ്, നടുക്കൊരു റേജ്, ഇവിടെ ഒരു റേജ്, വാർഡൻ എബിലിറ്റി. ഓക്കെ, സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ്ലി അവിടെ ഒരു ഫ്രീസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. എല്ലാം സ്മൂത്തായിട്ട് തന്നെയാണ് കേസ് പോകുന്നത്. വീണ്ടും ഒരു ഫ്രീസ്, അല്ല റേജ്, വീണ്ടും അവിടെ ഒരു റേജ്, വീണ്ടും അവിടെ ഒരു ഫ്രീസ്. ബേബി ഡ്രാഗൺ മുകളിൽ ടോപ്പ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും അവിടെ ഒരു റേജ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് നല്ലൊരു 3 സ്റ്റാർ തന്നെയാണ് കേസ്. ഓക്കെ, നമ്മുടെ ബേസിന് പറ്റിയ കറക്റ്റ്, എൻ്റെ അക്കൗണ്ടിന് പറ്റിയ കറക്റ്റ് നല്ലൊരു ബേസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വീണ്ടും നല്ലൊരു 3 സ്റ്റാർ. യെസ് ഗൈസ്, വീണ്ടും നല്ലൊരു പെർഫെക്റ്റ് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കളിച്ച അക്കൗണ്ട് വെച്ച് കളിച്ച മൊത്തം 6 അക്കൗണ്ട് വെച്ച് കളിച്ച് 6 അക്കൗണ്ടിൽ നല്ല 3 സ്റ്റാറാണ് കിട്ടിയിരിക്കുന്നത്. ടോപ്പും ബേസ് തൊട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഈ പ്രാവശ്യത്തെ നമ്മുടെ വാറിലെല്ലാം 3 സ്റ്റാറാണ് കിട്ടിയിരിക്കുന്നത്. ഒറ്റ അക്കൗണ്ട് ഒഴിച്ച് ആ അക്കൗണ്ട്
നമ്മുടെ ഒരു പയ്യൻ കളിക്കാനുണ്ട്. അവൻ കൂടെ കളിച്ചാൽ കയറി നല്ലൊരു 3 സ്റ്റാർ കിട്ടിയാൽ നമുക്ക് 45 സ്റ്റാർസ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ വാർ 1 എത്ര സ്റ്റാർസ് കിട്ടിയെന്ന് ചോദിച്ചാൽ 43 സ്റ്റാർസാണ് നമ്മുടെ ഫസ്റ്റ് വാറിൽ കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ലക്ക് തന്നെയാണ്. സെക്കൻഡ് വാറിൽ എത്രയാണെന്ന് നമുക്ക് കണ്ടറിയാം. ഇപ്പം നിലവിൽ ഞാൻ 42 ആക്കിയിട്ടുണ്ട്. ഇനി ഒരു അറ്റാക്കും കൂടെ അവൻ ചെയ്താൽ നമുക്ക് 45 കിട്ടിയിരിക്കും. ഓക്കെ ഗൈസ്, വീണ്ടും നല്ലൊരു പാർട്ട് 2 ആയിരുന്നു. ഡേ 2 നല്ലൊരു പാറായിരുന്നു. നമുക്ക് ഡേ 4 എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഡേ 4 ഡേ 3 ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ഇനിയും വളരെ ടാസ്ക് പിടിച്ച ബേസ് എന്തായാലും വരുമായിരിക്കും. നമുക്ക് ആ സമയം ഭയങ്കര ടാസ്ക് ആയിരിക്കും, നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക. ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.